1986 പുറത്തിറങ്ങിയ മിഴിനീർ പൂക്കൾ എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായി കരിയർ ആരംഭിച്ച സംവിധായകനാണ് കമൽ. പിന്നീട് മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ മുൻനിര നായകന്മാരുടെ കൂടെയെല്ലാം മികച്ച സിനിമകൾ സമ്മാനിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. മോഹൻലാലിന്റെ കരിയറിലെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിന്റെ സംവിധായകനും കമലാണ്. ഇപ്പോൾ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് കമൽ. ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിന്റെ തിരക്കഥ പൂർത്തിയായപ്പോൾ നിർമ്മാതാവ് രാജു മാത്തിന്റെ ഭാര്യയെ അത് വായിച്ചു കേൾപ്പിച്ചാൽ നന്നാകുമെന്ന് നിർമ്മാതാവ് കൊച്ചുമോൻ പറഞ്ഞു. അവർ ഓക്കെ പറഞ്ഞ കഥകളെല്ലാം സൂപ്പർ ഹിറ്റ് ആയിരുന്നത്രേ. സെഞ്ചുറിയുടെ പല കഥകളും അവരായിരുന്നു ഫൈനൽസ് ചെയ്തിരുന്നത്. എന്നാൽ എനിക്കൊരു സുഖമുള്ള പരിപാടിയായി തോന്നിയില്ല. എന്നാലും കൊച്ചുമോന്റെ നിർബന്ധത്തിന് എനിക്ക് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ കോട്ടയത്ത് രാജിച്ചായന്റെ വീട്ടിൽ പോയി കഥ പറഞ്ഞു. കഥ കേട്ടപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായി. അതോടെ കൊച്ചുമോന് ഹാപ്പിയായി. ചിത്രത്തിന്റെ ലൊക്കേഷനായി ആദ്യം തീരുമാനിച്ചത് മൂന്നാറായിരുന്നു. ഒരു ദിവസം മുഴുവൻ മൂന്നാറിൽ കറങ്ങിയെങ്കിലും ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെയാണ് ലൊക്കേഷൻ കൊടൈക്കനാലിലേക്ക് മാറ്റിയത്. ഞാനും ക്യാമറമാൻ എസ് കുമാറും ആർട്ട് ഡയറക്ടറും സെറ്റ് വർക്കിനായി കൊടൈക്കനാലിൽ എത്തി. ഹോട്ടൽ മുറിയിൽ കയറിയപ്പോൾ എനിക്ക് കൊച്ചുമോന്റെ ഫോൺ കോൾ വന്നു. പണി തുടങ്ങാൻ വരട്ടെ, രാജിച്ചായന്റെ ഭാര്യ സീരിയസ് ആയി ആശുപത്രിയിലാണ്, ഞാൻ വൈകിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഹോട്ടലിൽ കൊച്ചുമോന്റെ കോളിനായി കാത്തിരുന്നു. രാജിച്ചായന്റെ ഭാര്യയുടെ മരണവാർത്തയാണ് പിന്നീട് കേട്ടത്. അതെനിക്ക് ഭയങ്കര ഷോക്കായി. സിനിമയുടെ കഥ കേട്ട് സൂപ്പർ ഹിറ്റ് ആകുമെന്ന് പറഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങും മുമ്പ് മരണപ്പെട്ടു. ഞങ്ങൾ എല്ലാം നിർത്തി നാട്ടിലെത്തി അവരുടെ മരണാന്തര ചടങ്ങുകളിൽ പങ്കെടുത്തു. രാജിച്ചാൻ ആകെ തളർന്നു പോയിരുന്നു. അതോടെ ഈ പ്രൊജക്ട് നടക്കില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു. പക്ഷെ ഞാൻ പേടിച്ചതുപോലൊന്നും നടന്നില്ല. പിന്നീട് ഒരു മാസം കഴിഞ്ഞതോടെ ഞങ്ങൾ വീണ്ടും പ്രൊജക്റ്റിലേക്ക് നീങ്ങി, കമൽ പറഞ്ഞു.